തണ്ണിമത്തൻ വളരെ സുലഭമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു പഴമാണ്. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പഴം കൂടിയാണത്. ഈ ചൂട് കാലത്ത് കഴിക്കാൻ വളരെ നല്ലൊരു പഴമാണ്. നമുക്ക് ഈ തണ്ണിമത്തനിൽ എന്തെല്ലാമാണ് അടങ്ങിയിട്ടുള്ളത് എന്നും അതുപോലെ തന്നെ അതിൻ്റെ ആരോഗ്യപരമായ നല്ല ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ആദ്യമായി തണ്ണിമത്തനിൽ എന്തെല്ലാമാണ് അടങ്ങിയിട്ടുള്ളത്? തണ്ണിമത്തനിൽ 92% വെള്ളമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു 50% വെള്ളമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തണ്ണിമത്തൻ ദിവസവും കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ജലാംശം അത് ക്രമീകരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണം, ശരീരത്തിലെ ജലാംശം കുറയുന്ന അവസ്ഥയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും തണ്ണിമത്തൻ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതുമാത്രമല്ല, ഇതിനകത്ത് വിറ്റാമിൻസ് ആയിട്ടുള്ള വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, അതുപോലെ തന്നെ വിറ്റാമിൻ ഡി ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഈ വിറ്റാമിൻ എ എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചക്ക് സഹായകമായിട്ടുള്ള ഒരു വിറ്റാമിനാണ് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ ത്വക്കിൻ്റെ എല്ലാ ആരോഗ്യം നിലനിർത്തുന്നതിന് വിറ്റാമിൻ എ അത്യാവശ്യമാണ്. വിറ്റാമിൻ ബിയിലുള്ളതാണ് B1, B2, B3, B6 ഇവയെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പഴമാണ് നമ്മുടെ വാട്ടർമെലോൺ അല്ലെങ്കിൽ തണ്ണിമത്തൻ എന്ന് പറയുന്നത്. ഈ വിറ്റാമിൻ ബിയും നമ്മുടെ ത്വക്കിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇതുമാത്രമല്ല, അതിനകത്ത് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഈ വിറ്റാമിൻ സി നമ്മുടെ തൊലിയിലുള്ള ഒരു പ്രോട്ടീൻ ഉണ്ട്, കൊളാജൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ. ഈ പ്രോട്ടീൻ ഉണ്ടാക്കുന്നതിന് സഹായകമായിട്ടുള്ള ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ സി. ഈ കൊളാജൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ത്വക്കിന് ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിറ്റാമിൻ സി നമ്മുടെ ത്വക്കിൻ്റെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു വിറ്റാമിനാണ്. അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു വിറ്റാമിനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗംസ് അഥവാ മോണയുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ഒരു വിറ്റാമിനാണ്. അതുകൊണ്ട് തന്നെ വിറ്റാമിൻ സിയുടെ കുറവ് വന്നാൽ നമ്മുടെ തൊലിയുടെ ആരോഗ്യം കുറയുന്നു. അതുപോലെ തന്നെ മുടി കൊഴിച്ചിലുണ്ടാകുന്നു, മുടി വേഗം പൊട്ടിപ്പോകുന്നു, നമ്മുടെ ഗംസിൽ മോണയിലെല്ലാം ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ മോണയിൽ പഴുപ്പുണ്ടാകുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇത്രയും വിറ്റാമിൻസ് അടങ്ങിയതുകൊണ്ട് നമ്മുടെ തണ്ണിമത്തൻ നമ്മൾ എല്ലാ ദിവസവും ഒരു കഷ്ണമോ അല്ലെങ്കിൽ 2 കഷ്ണമോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ കഴിക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ നമ്മുടെ തണ്ണിമത്തൻ്റെ അകത്ത് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ള ലൈക്കോപ്പിൻ, അതുപോലെ ബീറ്റാ കെരോട്ടിൻ, വിറ്റാമിൻ സി ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വിറ്റാമിൻ സി ഒരു വിറ്റാമിനാണ്, അതൊരു ആൻറ്റി ഓക്സിഡൻറ്റ് കൂടിയാണ്. ആൻറ്റി ഓക്സിഡൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മുറിവ് അല്ലെങ്കിൽ ഒരു നീർക്കെട്ടുണ്ടായാൽ നമ്മുടെ ശരീരത്തിനെ അതിന് രക്ഷപ്പെടുത്താൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഈ ആൻറ്റി ഓക്സിഡൻസ്. എന്തെങ്കിലും പൊല്യൂഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊല്യൂഷനോ അല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റേഡിയേഷൻസ് കാരണം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ അല്ലെങ്കിൽ എന്തെങ്കിലും നീർക്കെട്ടുണ്ടായാലോ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഈ ആൻറ്റി ഓക്സിഡൻസ്. ഈ ആൻറ്റി ഓക്സിഡൻസ് ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു പഴമാണ് നമ്മുടെ ഈ വാട്ടർമെലോൺ അല്ലെങ്കിൽ തണ്ണിമത്തൻ എന്ന് പറയുന്നത്. കൂടാതെ ഈ തണ്ണിമത്തൻ്റെ അകത്ത് മിനറൽസ് ആയിട്ടുള്ള പൊട്ടാഷ്യം, കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, സോഡിയം ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഈ പൊട്ടാഷ്യം നമ്മുടെ രക്തക്കുഴലുകളുടെയൊക്കെ നോർമൽ അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ നോർമൽ അവസ്ഥ നിലനിർത്തുന്നു. കൊഴുപ്പും മറ്റും പോയി അടിഞ്ഞുകൂടുന്നതിനെ തടയുന്നു. അതുപോലെ തന്നെ നമ്മുടെ നോർമൽ BP നിലനിർത്തുന്നതിന് പൊട്ടാഷ്യം സഹായിക്കുന്നു. ഇത്രയും ഗുണങ്ങളുള്ള നല്ല ഒരു പഴമാണ് തണ്ണിമത്തൻ. വളരെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ എന്നും ഒരു കഷ്ണമോ അല്ലെങ്കിൽ 1-2 കഷ്ണം തണ്ണിമത്തൻ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഡീഹൈഡ്രേഷനിൽ നിന്ന് രക്ഷപ്പെടാം, നമ്മുടെ ഈ കൊടും ചൂടിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം, നമ്മുടെ തൊലിയുടെ എല്ലാം ആരോഗ്യം നല്ലതാവും, അതുപോലെ മുടിയുടെയും മോണകളുടെയും എല്ലാം ആരോഗ്യം നല്ലതാകും. കൊളസ്ട്രോൾ നമ്മുടെ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടുന്നതിനെ തടയും. അത് കാരണം ഉണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക് മൂലമുള്ള പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഇതുപോലെ ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ഒരു പഴമാണ് തണ്ണിമത്തൻ. കൂടാതെ നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് വളരെ നല്ലതാണ്. ഇതിനകത്ത് ഒരുപാട് ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദഹന പ്രക്രിയ എളുപ്പമാക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് 6 മാസം കഴിഞ്ഞ കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു പഴമാണ് തണ്ണിമത്തൻ. അതുപോലെ തന്നെ ഗർഭിണികൾക്കും ഈ തണ്ണിമത്തൻ കഴിക്കാവുന്നതാണ്. ഗർഭിണികൾ ഈ പഴം ദിവസവും കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഹാർട്ട് ബേൺസ്, നെഞ്ചിരിച്ചിലും അതുപോലെ തന്നെ അസിഡിറ്റി കാരണമുള്ള വോമിറ്റിംഗ് അല്ലെങ്കിൽ ഛർദിയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയും. ഇനി പ്രമേഹ രോഗികൾക്ക് തണ്ണിമത്തൻ കഴിക്കാവോ? കഴിക്കാം. കാരണം ഒരു 150 ഗ്രാം
തണ്ണിമത്തൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തൊരു 10-12 ഗ്രാം ഷുഗർ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഷുഗറിൻ്റെ കണ്ടൻറ്റ് കുറവാണ്, ഷുഗറിൻ്റെ അളവ് കുറവുള്ള ഒരു പഴമാണിത്. അതുപോലെ തന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സും കുറവാണ്. ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പഴം അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിച്ചാൽ രക്തത്തിലെ ഷുഗർ എത്ര പെട്ടെന്ന് കൂടുന്നു എന്ന് കാണിക്കുന്ന ഒരു ഇൻഡെക്സാണ്. ഈ തണ്ണിമത്തന് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്, അതുപോലെ ഷുഗറിൻ്റെ അളവും കുറവാണ്. അതുകൊണ്ട് പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന ഒരു പഴമാണ് തണ്ണിമത്തൻ. തണ്ണിമത്തൻ കഴിക്കുമ്പോൾ കഴിവതും ജ്യൂസായി ഉപയോഗിക്കാതിരിക്കുക. കാരണം നമ്മൾ കുടിക്കുന്ന സമയത്ത് അത് രക്തത്തിലെ ഷുഗർ പെട്ടെന്ന് കൂട്ടും. ഇതുമാത്രമല്ല, നമ്മൾ ജ്യൂസ് അരിക്കുമ്പോൾ അതിനകത്തുള്ള ഫൈബേഴ്സൊക്കെ നമ്മൾ അരിച്ച് കളയും. നമുക്ക് ദഹന വ്യവസ്ഥയ്ക്കും അതുപോലെ തന്നെ ആരോഗ്യത്തിനും എല്ലാം വേണ്ട ഘടകങ്ങളാണ് നമ്മുടെ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും തണ്ണിമത്തൻ കഴിക്കുമ്പോൾ പഴമായിട്ട് തന്നെ കഴിക്കാൻ ശ്രമിക്കുക, ജ്യൂസായിട്ട് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയും നല്ല ഗുണങ്ങളുള്ള ഒരു പഴമാണ് തണ്ണിമത്തൻ. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും 1-2 കഷ്ണമെങ്കിലും തണ്ണിമത്തൻ കഴിക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്.